ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അകത്തൊരു ശബ്ദം കേട്ടത്? ആരോ അലറുന്ന പോലെ. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. എന്നെ ഉപേക്ഷിച്ച് പോകരുത് പ്ലീസ്. എനിക്ക് സച്ചേട്ടനോട് ഇപ്പൊ ഒരു പരാതിയില്ല. പക്ഷേ ഒരുമിച്ച് ജീവിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. വഴിയിലെവിടെയെങ്കിലും വെച്ച് കണ്ടാ നമുക്ക് ഇനിയും സംസാരിക്കാം. സച്ചേട്ടനറിയോ, നമുക്കൊരാളോട് തോന്നുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനം വിശ്വാസം കൂടിയാ. വിശ്വാസമില്ലാതെ സ്നേഹത്തിന് നിലനിൽപ്പില്ല. പ്ലീസ്. അത് പോയാ എല്ലാം പോയി. ഇനി സച്ചേട്ടൻ എന്നെ തടഞ്ഞ പിന്നെ ഞാനും മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ചേച്ചി, അടങ്ങിയിരിക്കണേ, പേടിക്കണ്ട. കുറച്ചു സമയത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ എന്നെ കൊല്ലൂ. അത് നീ എന്നോട് സഹകരിക്കുന്ന പോലെ ഇരിക്കും. ഇത്
ഇത് നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എന്നെ ഏൽപ്പിക്കുന്നതിനുള്ള പവർ ഓഫ് അറ്റോണിയാണ്. ഒപ്പിട്. ഇവിടെ കെട്ടടിച്ചേ, ഒപ്പിട്. ഇല്ല, ഞാൻ ഇതിൽ ഒപ്പിടില്ല. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. നീ എന്താ വിചാരിച്ചത്? എന്നും നിന്റെ വാലാട്ടിയായിട്ട് നടക്കുന്നോ? നിന്റെ സർവ്വ സ്വത്തുക്കളും എനിക്ക് വേണം, എനിക്കെല്ലാം വേണം. മര്യാദയ്ക്ക് ഒപ്പിട്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. അങ്ങനെ എന്നെ ചതിച്ചിട്ട് ഇത് തട്ടിയെടുക്കാൻ നിങ്ങൾ മോഹിക്കണ്ട. അത് നടക്കില്ല. പുറത്താരോ വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരാം. ശബ്ദം പുറത്തേക്ക് വരരുത്. മിണ്ടരുത്. അവന്തിക വരാൻ പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവള് പോയത്. അവന്തിക എവിടെ പോയി? ഇന്നലെ രാത്രി വക്കീലിനെ അവൾ വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. രാവിലെ വരാൻ പറയുകയും ചെയ്തു. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ കാര്യം? അവന്തിക്ക് പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ദുബായിലേക്ക് പോയി. വൈകുന്നേരം അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകും. 1 മാസത്തെ ബിസിനസ് ടൂറാണ്. ഇന്നലെ സംസാരിച്ചപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നാളെ പോകാനായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ പോകേണ്ടി വന്നു. സാരമില്ല, എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ അകത്തൊരു ശബ്ദം കേട്ടത്? ആരോ അലറുന്ന പോലെ. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ഹേയ്, അതൊന്നുമില്ല. ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. എന്തായാലും കണ്ട് പേടിച്ച് കാണും. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവന്തിക തിരിച്ചു വരുന്നവരെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്ന ഞാനാ. ആ വില്ലേജ് ഓഫീസറും സബ് രജിസ്ട്രാറും കൂടി പോറ്റി സാറിന്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാ അവർ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. വക്കീലൊരു കാര്യം ചെയ്, നേരെ ഓഫീസിലേക്ക് ചെല്ലേ. 1 മണിക്കൂർ കഴിയുമ്പോ ഞാൻ എത്തിയേക്കാം. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി. എന്തു പറ്റി വക്കീലേ?